ഹലോ, ഗ്ലോറിയ വൈബിലേക്ക് സ്വാഗതം. അപ്പോൾ ബ്രദർ ലോഡൊക്കെ ഇറക്കി വണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. അപ്പോൾ തിരിച്ച് പള്ളിക്കുന്ന് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ വണ്ടി കയറിയതായിരുന്നു. പുറകെ ഞാനും കയറി. വണ്ടിയിൽ നിന്ന് വേഗം ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ആത്മാഭിമാനം നമ്മൾ സംരക്ഷിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. എൻ്റെ ഉദ്ദേശം നേരെ പള്ളിക്കുന്നായിരുന്നു. പള്ളിക്കുന്ന് പള്ളിയിൽ ഇതുവരെ പോയിട്ടില്ല. വയനാട്ടിലാണ് ജനിച്ച് വളർന്നതെങ്കിലും പള്ളിക്കുന്ന് പള്ളിയിലേക്കൊന്നും കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ഈ വണ്ടി നേരെ പള്ളിക്കുന്ന് കൊണ്ടുപോയി വെച്ചതിന് ശേഷം അവൻ്റെ ബൈക്കുണ്ട്, അത് എടുത്തുകൊണ്ട് വരാനായിട്ടാണ് പോകുന്നത്. പള്ളിക്കുന്ന് പള്ളിപ്പെരുന്നാളെല്ലാം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു അവസരം കിട്ടിയത്. അങ്ങനെ നമ്മളിത് ആ പള്ളിക്കുന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി പുറത്ത് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ അങ്ങോട്ട് നടക്കുവാണ്. ഇപ്പോൾ സമയം ഉച്ചരയൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് നല്ല പൊരിഞ്ഞ വെയിലാണ്. എന്തായാലും നമ്മൾ പള്ളീൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഒരു പള്ളിയിൽ കയറിയിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് 3 ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്നൊക്കെ. അപ്പം ഞാൻ ആദ്യമായിട്ട് വന്നൊരു പള്ളിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. 3 ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 ആഗ്രഹങ്ങൾ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ചെറുപ്പത്തിലെ വേദപാഠം പഠിപ്പിച്ച സിസ്റ്ററോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് സിസ്റ്ററെ ഞാൻ ഈ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ എല്ലാം സാധിച്ചു തരാത്ത ദൈവം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അതിനെ ഒരു മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ ആ മറുപടി ഇപ്പോഴും എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മുടെ പാരൻസ് നമുക്ക് ഇപ്പോൾ 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ ഒരു ബൈക്ക് വേണമെന്ന് ആഗ്രഹം പറഞ്ഞാൽ എന്തായാലും സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നമുക്ക് സ്യൂട്ടായത് നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ തരും. അപ്പോൾ നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് സമയത്ത് എന്ത് നമുക്ക് തരണമെന്ന് ദൈവത്തിന് കറക്റ്റ് അറിയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പള്ളി കയറിയപ്പം എൻ്റെ ഒരു ഓർമ്മ പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നേരെ വണ്ടി കൊണ്ടുപോയി വെച്ച് നമ്മുടെ ബൈക്ക് എടുത്ത് തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് പോപ്പിക്കുട്ടനും റോനിസും വീട്ടിലുണ്ട്. അപ്പോൾ വരുമ്പോൾ മന്തി വാങ്ങിക്കൊണ്ടിരണം എന്നൊക്കെ പറഞ്ഞാണ് വിട്ടത്. അപ്പം മന്തി വാങ്ങാനായിട്ട് പോവാണ്. മന്തി വാങ്ങിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്കാണ്.